ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശക്തിന്റെ തട്ടകം പൂരാവേശത്തിലേക്ക്. തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ കൊടിയേറി. ഘടകക്ഷേത്രങ്ങളായ ലാലൂർ, അയ്യന്തോൾ, കാർത്യായനി ക്ഷേത്രങ്ങളിലും കൊടിയേറി. കോടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ആൽജോയുടെ സംസ്കാരം നടന്നു. പാമ്പുകടിയേറ്റ ആൽജോയുടെ സഹോദരൻ അനോജിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. പാമ്പുകടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീടിന്റെ പരിസരത്ത് ഇന്നും പാമ്പിനെ കണ്ടെത്തി. വടക്കാഞ്ചേരി നഗരസഭയിൽ വിജിലൻസ് പരിശോധന. മണ്ണെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഫയലുകൾ കസ്റ്റഡിയിലെടുത്തു. പെരിഞ്ഞനത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. പെരിഞ്ഞനം പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സമരം നടത്തി. കുടിവെള്ളം മുടങ്ങാൻ കാരണം ദേശീയപാത നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയത് മൂലം. തിരുവല്ലോമലയിൽ വീട് കത്തിനശിച്ചു. തിരുവല്ലോമല അമ്മൻചെട്ടി സ്വദേശി അനിൽ രാജിന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഇത്തവണ പൂരച്ചൂട് കൂടും. തൃശൂരിലെ താപനില 38 മുതൽ 40 വരെ എത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. വാർത്തകളിലേക്ക് വിശദമായി. ചരിത്രപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തിയാണ് പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നത്. പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളിൽ തിരുവമ്പാടിയിലാണ് ആദ്യം കൊടിയേറിയത്. തിരുവമ്പാടിയിൽ കൊടിയേറ്റത്തിന് വിളംബരമായി തിരുവമ്പാടി രമേശ് മാരാരുടെ നേതൃത്വത്തിൽ നടന്ന മേളം തട്ടകം ഉണർത്തി. തുടർന്ന് കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി കൊടിമരത്തറയിലെ നിലവിളക്കിൽ ദീപം തെളിയിച്ചു. പാരമ്പര്യ അവകാശികളായ താഴത്തുപുരയ്ക്കൽ സുന്ദരനും മകൻ സുഷിത്തും ചേർന്ന് ഭൂമിപൂജ നടത്തി. പൂജിച്ച ബഹുവർണ്ണ കൊടിക്കൂറ ആലുമാവിലകളാൽ അണിയിച്ചൊരുക്കിയ കൗങ്ങിൻ കൊടിമരത്തിൽ കെട്ടി തട്ടകക്കാരും ക്ഷേത്രം ഭാരവാഹികളും പൂരപ്രേമികളും ചേർന്ന് ആർപ്പുവിളികളോടെ അത്യാഘോഷപൂർവ്വമാണ് കൊടിയേറ്റം നടത്തിയത്. ഇതോടെ ക്ഷേത്രത്തിൽ ആചാരവെടിയും മുഴങ്ങി. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൂരം വരവറിയിച്ച് നായ്ക്കനാലിലും നടുവിലാലിലും തിരുവമ്പാടിയുടെ ബഹുവർണ്ണ കൊടികൾ ഉയർന്നു. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയോടൊപ്പം തന്നെ പാറമേക്കാവിലും കൊടിയേറ്റ ചടങ്ങുകൾ പൂർത്തിയായി. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്കും വലിയ വാണിക്കും ശേഷം പുറത്തേക്ക് എഴുന്നള്ളിച്ച ഭഗവതിയെ സാക്ഷിയാക്കിയാണ് പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടന്നത്. മാവ് ഇലകളും ദർഭപ്പുല്ലും ഉപയോഗിച്ച് അലങ്കരിച്ച കൗങ്ങിൻ കൊടിമരത്തിൽ പൂജിച്ച സിംഹമുദ്രയുള്ള കൊടിക്കൂറ കെട്ടിയാണ് ദേശക്കാർ കൊടിമരം ഉയർത്തിയത്. തുടർന്ന് ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടികൾ ഉയർത്തി. ശേഷം 5 ആനകളുടെ അകമ്പടിയോടെ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കരണി തീർത്ഥക്കുളത്തിലേക്ക് ആറാട്ടെഴുന്നള്ളത്ത് നടന്നു. കൊമ്പൻ പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ചടങ്ങുകൾക്ക് പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം TCV തത്സമയം സംപ്രേഷണം ചെയ്തു. കാത്തിരുന്ന പൂരം കൊടിയേറിയതോടെ തട്ടകങ്ങളെല്ലാം പൂരാവേശത്തിലായി. ഇനി പൂരം നാളിനായുള്ള കാത്തിരിപ്പാണ്. വിശ്വപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരത്തിനായുള്ള കാത്തിരിപ്പ്. ക്യാമറമാൻമാരായ ആഷിഖ്, റോയി, സിബി, കൃഷ്ണകുമാർ, റിപ്പോർട്ടർ സൂര്യപ്രകാശ് എന്നിവർക്കൊപ്പം അഭിജിത്ത് തളച്ചിറ, ടീം TCV.
തൃശൂർ പൂരത്തിന്റെ ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. ലാലൂർ, അയ്യന്തോൾ, കാർത്യായനി ക്ഷേത്രങ്ങളിൽ കൊടിയേറി. കണിമംഗലം, പനമുക്കുംപള്ളി ശാസ്താക്ഷേത്രങ്ങളിലും ചെമ്പുക്കാവ്, കാർത്യായനി, പൂക്കാട്ടിക്കര, കാരമുക്ക് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നീതലക്കാവ് ഭഗവതി ക്ഷേത്രങ്ങളിലും വൈകിട്ട് കൊടിയേറും. പാറമേക്കാവ് ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റത്തിന് ശേഷം പാറമേക്കാവ് ഭഗവതിയുടെ ആറാട്ട് നടന്നു. ക്ഷേത്രത്തിൽ കൊടിയേറിയ ശേഷം കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ 5 ആനപ്പുറത്ത് ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വടക്കേ ഗോപുര നടവഴി ചന്ദ്രപുഷ്കരണിയിലെത്തി ഭഗവതിയുടെ ആറാട്ട് നടത്തി. പാറമേക്കാവ് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, വടക്കുംനാഥ ക്ഷേത്രം മുൻ മേൽശാന്തി മുണ്ടക്കൽ സതീശൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആറാട്ട്. ദേവിയുടെ ആറാട്ട് കഴിഞ്ഞ് മഞ്ഞൾ അഭിഷേകത്തിന് ശേഷം വീണ്ടും സർവാഭരണ വിഭൂഷയായി ഭഗവതി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. കോടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ആൽജോയുടെ സംസ്കാരം നടന്നു. കൊടുങ്ങാൻ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലാണ് സംസ്കാരം നടന്നത്. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. മരിച്ച ആൽജോയുടെ മൂത്ത സഹോദരൻ അനോജിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കുട്ടികൾ കിടന്ന മുറിയിലെ തലയണയ്ക്കടിയിൽ നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോടെയാണ് ഇരു കുട്ടികൾക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തലേദിവസം ജ്യൂസ് കുടിച്ച ശേഷമായിരുന്നു കുട്ടികൾ കിടന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യവിഷബാധയായിരിക്കാമെന്ന സംശയത്തിൽ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടികളെ എത്തിക്കുകയായിരുന്നു. അപ്പോഴാണ് പാമ്പുകടിയേറ്റതാണെന്ന് വ്യക്തമാകുന്നത്. ആശുപത്രിയിൽ വെച്ച് തന്നെ ആൽജോ മരിച്ചു. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് വീട്ടിനുള്ളിൽ നടത്തിയ തെരച്ചിലാണ് കുട്ടികൾ കിടന്നിരുന്ന മുറിയിലെ തലയണയ്ക്കടിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയത്. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് കുട്ടികളെ കടിച്ചത്. അതേസമയം വീടിന്റെ പരിസരത്ത് വീണ്ടും പാമ്പിനെ കണ്ടു. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെയാണ് വീടിന്റെ പരിസരത്ത് ഇന്ന് വീണ്ടും കണ്ടെത്തിയത്. വടക്കാഞ്ചേരി നഗരസഭയിൽ വിജിലൻസ് പരിശോധന. മണ്ണെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഫയലുകൾ കസ്റ്റഡിയിലെടുത്തു. കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്ത് അനധികൃതമായി മണ്ണെടുത്ത് മാറ്റുന്ന മാഫിയ സംഘങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തുന്ന നടപടികളുടെ ഭാഗമായാണ് വടക്കാഞ്ചേരി നഗരസഭയിലും മിന്നൽ പരിശോധന നടന്നത്. നഗരസഭയിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റ് നേടിയ ശേഷം കെട്ടിടം നിർമ്മിക്കാതെ സ്ഥലത്തുനിന്നും വൻതോതിൽ മണ്ണെടുത്തു നീക്കി ലാഭം കൊയ്യുന്ന രീതി വ്യാപകമാകുന്നതായി വിജിലൻസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ കാര്യാലയത്തിലെത്തിയ ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളം പരിശോധന നടത്തി. പെർമിറ്റ് എടുത്ത് മണ്ണ് നീക്കം ചെയ്ത് 1 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാത്ത നിരവധി കേസുകൾ നഗരസഭയ്ക്ക് കീഴിലുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വിജിലൻസ് അധികൃതർ വ്യക്തമാക്കി. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് വാട്ടർ അതോറിറ്റി മതിലകം സെക്ഷൻ ഓഫീസിന് മുന്നിൽ സമരം നടത്തി. 13-14 വാർഡുകളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 3 മാസത്തോളമായി. ദേശീയപാത നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയതാണ് മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. എന്നാൽ പലതവണ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. ഇതേ തുടർന്നാണ് സമരവുമായി രംഗത്തെത്തിയത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് പൊട്ടിയത് ശരിയാക്കേണ്ടത് നിർമ്മാണ കമ്പനിയാണെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നു. നിർമ്മാണ കമ്പനിയുടെ കരാറുകാരനുമായി ബന്ധപ്പെട്ട് 4 ദിവസത്തിനുള്ളിൽ പൈപ്പ് ശരിയാക്കി നൽകാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷീബ മുരളി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KA കരീം, സ്മിത സന്തോഷ്, TL ഗോപിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ KC രവീന്ദ്രൻ, ഹഷീറ ബഷീർ, ഷംല ഷഫീഖ്, പ്രീതി സന്ദീപ്, ബിന്ദു ജയൻ എന്നിവർ നേതൃത്വം നൽകി. തിരുവല്ലോമലയിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് വീട് കത്തിനശിച്ചു. തിരുവല്ലോമല അമ്മൻചട്ടി സ്വദേശി അനിൽ രാജിന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. കഴിഞ്ഞ ദിവസം അനിലും കുടുംബവും തീർത്ഥയാത്രയ്ക്ക് പോയി തിങ്കളാഴ്ച പുലർച്ചെ തിരിച്ചെത്തിയപ്പോഴാണ് വീട് കത്തിയ നിലയിൽ കണ്ടത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു.
പഴയന്നൂർ പോലീസ് പ്രാഥമിക പരിശോധനകൾ നടത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇത്തവണ പൂരച്ചൂട് കൂടും. തൃശൂരിലെ താപനില 38 മുതൽ 40 വരെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. അങ്ങനെ പൂരം കൊടിയേറി കഴിഞ്ഞിരിക്കുന്നു. ഇനി പൂരാവേശത്തിലാണ്, പൂരച്ചൂടിലാണ്. ഒപ്പം തന്നെ കാലാവസ്ഥയെ കൂടി ഒന്ന് കരുതിയിരിക്കണമെന്ന് അധികൃതർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ ഒരു യോഗം ചേരുകയുണ്ടായിരുന്നു. പൂരം കാണാനെത്തുന്നവർ പരമാവധി അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുക, കുട കയ്യിൽ കരുതുക, പരമാവധി തണലുള്ള ഇടങ്ങളിൽ നിന്ന് പൂരം കാണാൻ ശ്രമിക്കുക എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാമാണ് പറയുന്നത്. കാരണം തൃശ്ശൂർ നഗരത്തിൽ 38 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ചൂട് ഉണ്ടായേക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണിത്. പലരുടെയും കയ്യിൽ ഇതുപോലെയുള്ള ഫാനുകളൊക്കെ കണ്ടേക്കാം ചൂടിൽ നിന്ന് താൽക്കാലിക ശാന്തിക്കായി. പക്ഷേ വീട്ടിലിരുന്ന് TCVയിലൂടെ പൂരം കാണുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല കേട്ടോ. പൂരത്തിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും തത്സമയം തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് TCV മുഴുവനായും എത്തിക്കും. മറിച്ച് തേക്കിൻകാട് മൈതാനിയിലേക്ക് പൂരം കാണാനെത്തുന്നവർ ചൂടിനെ ഒന്ന് കരുതിയിരിക്കുക. ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷന്റെ പവലിയൻ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇന്റർനെറ്റ് സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്നതിൽ കേരള വിഷൻ നൽകുന്ന സേവനങ്ങൾ മഹത്തരമാണെന്ന് മേയർ പറഞ്ഞു. തൃശൂർ പൂരത്തിന് എല്ലാവർക്കും സൗജന്യമായി ഇന്റർനെറ്റ് കിട്ടുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് KCCL ചെയർമാൻ PP സുരേഷ് കുമാർ പറഞ്ഞു. വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൈഫൈ ഹോട്ട്സ്പോട്ടുകളിലൂടെ പൂരം കാണാൻ എത്തുന്നവർക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ കേരള വിഷൻ ചെയർമാൻ P ആന്റണി, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി CG ജോസ്, ട്രഷറർ ബിജുകുമാർ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗോപാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ നഗരസഭയിലെ SC പ്രൊമോട്ടറെ CPM ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം കുന്നംകുളം നഗരസഭാ കൗൺസിലിൽ പ്രതിഷേധത്തിനിടയാക്കി. പ്രതിപക്ഷ അംഗങ്ങളുടെ ശക്തമായ ബഹളത്തെ തുടർന്ന് അജണ്ടകൾ ചർച്ച ചെയ്യാനാകാതെ കൗൺസിൽ യോഗം തടസ്സപ്പെടുകയും ചെയർപേഴ്സൺ ബെല്ലടിച്ച് യോഗം അവസാനിപ്പിക്കുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് വിവാദത്തിനാസ്പദമായ സംഭവം നടന്നത്. CPM പാർട്ടി പരിപാടികളിൽ സജീവമാകാത്തതിനെ തുടർന്ന് നഗരസഭയിലെ SC പ്രൊമോട്ടറെ ലോക്കൽ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. ഭീഷണിയെ തുടർന്ന് പ്രൊമോട്ടർ ജോലി രാജിവെക്കുകയും ചെയ്തിരുന്നു. ക്യാൻസർ രോഗി കൂടിയായ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തിയ ലോക്കൽ സെക്രട്ടറിക്കെതിരെ നഗരസഭ ഔദ്യോഗികമായി പരാതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചത്. വെളുത്തൂർ നമ്പോർക്കാവ് ക്ഷേത്രത്തിന് സമീപം മൈതാനത്ത് യുവാക്കൾ തമ്മിലുണ്ടായ സംഘടനത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. 2 പേർ കസ്റ്റഡിയിൽ. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. തോളിൽ കുത്തേറ്റ പടിഞ്ഞാറേക്കോട്ട കല്ലൂപ്പറമ്പിൽ ഡെൽജോയെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒളരി നിവാസികളായ പൊണ്ടാണി ഡോൺ എന്ന ഇനോസ്, കുന്നത്തുള്ളി ആദിത്യൻ എന്നിവരെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളായവർക്കെതിരെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന കാർ ആക്രമിച്ച് തകർത്തു. പുള്ളിലെ പാറ സ്വദേശി പ്രദീപിന്റെ കാറാണ് ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിന് സമീപം ആന ആക്രമിച്ചത്. പ്രദീപിനെ കൂടാതെ പുള്ളിലപ്പാറ സ്വദേശിയായ മറ്റൊരാളും കാറിലുണ്ടായിരുന്നു. ചാലക്കുടിയിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി 10-നായിരുന്നു സംഭവം. ആക്രമണത്തിനു ശേഷം ആന തിരിച്ചുപോയി. കാറിനകത്തുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചേലക്കര തോന്നൂക്കര ചോലത്തൊടി ഉന്നതിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. 3 ആനകളാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനകളെ തുരത്തി. അക്കിക്കാവ് എയ്യാൽ ചെമ്മന്തെട്ടറക്കത്തിൽ 3 കാറുകളും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. പെരുമണ്ണൂർ സ്വദേശിയായ വരുണിനാണ് പരിക്കേറ്റത്. കേച്ചേരി ഭാഗത്തു നിന്നും അക്കിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട രണ്ടാമത്തെ കാർ സമീപത്തെ മതിലിൽ പോയി ഇടിച്ചു. ഇതിനിടെ അപകടമുണ്ടാക്കിയ കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന മൂന്നാമതൊരു കാറിലും ഇടിച്ചു. കാറുകൾക്ക് പുറകിലായി വന്ന വരുൺ സഞ്ചരിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ട കാറിന്റെ പിൻഭാഗത്താണ് ഇടിച്ചത്. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് റോഡരികിലെ കാനയിലേക്ക് മറിയുകയായിരുന്നു. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ് ചാലക്കുടി പുഴയിലെ പരിയാരം കടവ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും വഴിയുള്ള റീലുകളിൽ പരിയാരത്തെ CSR കടവ് താരമായതോടെ ഇവിടം ജനക്കൂട്ട കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ശരാശരി 2000-ഓളം വിനോദസഞ്ചാരികൾ ദിവസേന കടവിലെത്തുന്നുണ്ട്.
തടയണയുടെ മറുകരയിലെ പൂലാനി ഭാഗത്തും ധാരാളം വിനോദസഞ്ചാരികളെ കാണാം. സ്കൂൾ അവധിക്കാലത്തിന്റെ തുടക്കത്തോടെ കടവിൽ ആൾക്കൂട്ടമായി. മഴക്കാലത്തിന്റെ ആരംഭം വരെ ഇത് തുടരും. ആർത്തുലസിക്കുന്ന വിനോദസഞ്ചാരികൾ ഇവിടെ പതിയിരിക്കുന്ന അപകടങ്ങളും കാണാതെ പോകുന്നുണ്ട്. താഴെ പാറയിടുക്കിലും പുഴയുടെ മുകൾ ഭാഗത്തും അശ്രദ്ധയോടെ നീന്തിയാൽ അപകടത്തിൽപ്പെടാം. മുന്നറിയിപ്പ് നൽകുന്നതിന് ഇവിടെ സംവിധാനമില്ല. തടയണയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളാൽ നിറയുകയാണ് CSR കടവ് റോഡ്. വനംവകുപ്പ് റേഞ്ചിന്റെ ഓഫീസിന്റെ മുൻഭാഗത്തെ മെയിൻ റോഡിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് മൂലം ഗതാഗത തടസ്സവുമുണ്ട്. പരിയാരത്തെ പ്രശസ്തമായ കപ്പത്തോടിനെ വേനൽക്കാലത്ത് സംരക്ഷിച്ചു നിർത്തുകയെന്ന പ്രധാന ലക്ഷ്യത്തോടെ 2010-13 കാലഘട്ടത്തിൽ അന്നത്തെ MLA BD ദേവസി മുൻകൈയെടുത്താണ് കൊമ്പൻപാറയിലെ തടയണ നിർമ്മിച്ചത്. പരിയാരം പഞ്ചായത്തിലെ കാഞ്ഞിരപ്പള്ളി, മേലൂരിലെ പൂലാനി പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിനും ശാശ്വത പരിഹാരമാണ് തടയണ. TCV ന്യൂസ്, ചാലക്കുടി. കൂടുതൽ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ്, കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. തൃശൂർ പൂരം കോ സ്പോൺസേഡ് ബൈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 35 രാജ്യങ്ങളിലെ സ്കോളർഷിപ്പോട് കൂടിയ പഠനം. ടൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI, അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ജില്ലയുടെ സ്വന്തം ചാനലായ TCVയുടെ സിഗ്നേച്ചർ ഫിലിം ഒരുങ്ങി. കൊടിയേറ്റം മുതൽ ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെയുള്ള പൂരത്തിന്റെ ഓരോ ചടങ്ങും തനിമ ചോരാതെ TCVയിലൂടെ തത്സമയം ലോകത്തിന്റെ ഏത് കോണിലിരുന്നും കണ്ടാസ്വദിക്കാനാകുമെന്നതാണ് സിഗ്നേച്ചർ ഫിലിമിന്റെ ഇതിവൃത്തം. സെക്കൻഡ് ദൈർഘ്യമുള്ള സിഗ്നേച്ചർ ഫിലിമിന്റെ ആശയവും സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് നിരവധി ഷോർട്ട് ഫിലിമുകളും സിഗ്നേച്ചർ ഫിലിമുകളും ചെയ്തിട്ടുള്ള TCV സീനിയർ ക്യാമറമാൻ സിബി പോട്ടോരാണ്. മനുമായ, സ്മിത ജന്നറ്റ്, മാസ്റ്റർ ജഗൻ ശ്യാംലാൽ, സുനിൽ ചെറുശ്ശേരി, സംയുക്ത, ഷിബു ലാസർ എന്നിവരാണ് ഇതിലെ അഭിനേതാക്കൾ. ക്യാമറ വിജേഷ് നാഥ് മരത്തങ്കോടും ഡിസൈനിംഗ് അനു ആനന്ദും നിർവഹിച്ചിരിക്കുന്നു. പൂരങ്ങളുടെ പൂരം ഏപ്രിൽ 26-ന്. കൊടിയേറ്റം മുതൽ ഉപചാരം ചൊല്ലൽ വരെയുള്ള മുഴുവൻ പൂര ചടങ്ങുകളും TCVയിൽ തത്സമയം. പൂരം ആസ്വദിക്കൂ, പൂരത്തിന്റെ മനസ്സറിഞ്ഞ TCVക്കൊപ്പം. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ്, കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. തൃശൂർ പൂരം കോ സ്പോൺസേഡ് ബൈ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ.
എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യാസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 35 രാജ്യങ്ങളിലെ സ്കോളർഷിപ്പോട് കൂടിയ പഠനം. ടൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI, അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കൽപ്പക വെഡിംഗ് കുന്നംകുളം, കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. വീണ്ടും വാർത്തകളിലേക്ക്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം നിയോജക മണ്ഡലം യൂത്ത് വിങ്ങും വനിതാ വിങ്ങും സംയുക്തമായി കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കൺവീനർ MR സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, ട്രഷറർ സുബൈർ വാഴാലിപ്പാടം, വൈസ് പ്രസിഡന്റുമാരായ വിനോദ് കക്കറ, താജുദ്ദീൻ കാവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജിജോ മാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ടോം പുള്ളേലിൽ, ഫാദർ ജിതിൻ പുന്നശ്ശേരി എന്നിവർ സഹകാർമ്മികരായി. ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ സന്ദേശം നൽകി. ആഘോഷ ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കർഗുറ്റി, ജോജു ചുള്ളി, ജനറൽ കൺവീനർ വർഗീസ് കള്ളിയത്തുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. FCRA നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കത്തോലിക്ക കോൺഗ്രസ് കൊടകര ഫൊറോന യൂണിറ്റ്, ഇടവക കേന്ദ്ര സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. AKCC പ്രസിഡന്റ് ഡേവിസ് തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു. രൂപത AKCC എക്സിക്യൂട്ടീവ് മെമ്പർ ജിന്നറ്റ് മാത്യു, വർഗീസ് കണ്ണമ്പിള്ളി, അസിസ്റ്റന്റ് വികാരി ഫാദർ വിക്ടർ തൊമ്മാന, കൈക്കാരന്മാരായ ജെയിംസ് കുറ്റിക്കാടൻ, വിജോയ് വിൻസൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, സാബു പോക്കാക്കില്ലത്ത്, ടൈറ്റസ് കട്ടക്കയം, ഫൗസിയ ഷാജഹാൻ, ക്യാമ്പ് കോർഡിനേറ്റർ ജിജോ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. വഴിയരികിൽ കണ്ടെത്തിയ ബാഗ് ഉടമസ്ഥന് തിരിച്ചു നൽകി KSEB സബ് എഞ്ചിനീയർ മാതൃകയായി. കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗ് KSEB കൊടുങ്ങല്ലൂർ നമ്പർ 1 സെക്ഷനിലെ സബ് എഞ്ചിനീയറായ ഉസ്മാൻ കൊടുങ്ങല്ലൂർ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ബാഗിലുണ്ടായിരുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് പോലീസ് ഉടമയെ തിരിച്ചറിഞ്ഞു. ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരികയായിരുന്ന ചേറ്റുവ സ്വദേശി മനോജിന്റെ ബാഗാണ് നഷ്ടപ്പെട്ടത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് മനോജിന് ബാഗ് കൈമാറി. എയ്യാൽ ശ്രീ കാർത്യായനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി പുലിയന്നൂർ ശ്രീരാജ അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് സഹകാർമ്മികനായിരുന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 26 ഗജവീരന്മാർ അണിനിരന്നു. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയായി. വിവിധ ദിവസങ്ങളായി നടന്ന ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് AV ബാലൻ, സെക്രട്ടറി TR രബീഷ്, ട്രഷറർ K ദിലീപ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരത്തിലെ 1976 SSLC ബാച്ചിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. ബാച്ചിലെ 50ഓളം വിദ്യാർത്ഥികൾ കുടുംബസമേതം വിദ്യാലയമുറ്റത്ത് ഒത്തുചേർന്നു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി സദ്ഭവാനന്ദി മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോർഡിനേറ്റർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മുൻ അധ്യാപകരായ കുമാരി ലീല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇരിങ്ങാലക്കുട പുല്ലൂരിലെ ഹൈബ്രിഡ് താമരപ്പാടം കാഴ്ചക്കാരുടെ മനം കീഴടക്കുന്നു.
കൊയ്ത്തുകഴിഞ്ഞ മുരിയാട് പാടശേഖരത്തിലായി പുല്ലൂർ ആനുരുളി പനയമ്പാടത്തിന് നടുവിലൂടെ കടന്നുപോകുന്ന തോട്ടിലാണ് ആയിരക്കണക്കിന് ഹൈബ്രിഡ് താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹര കാഴ്ചയുള്ളത്. ചെടികളോടും പക്ഷികളോടും ഏറെ താല്പര്യമുള്ള സമീപവാസിയായ ജോമോൻ എന്ന യുവാവാണ് 2 വർഷം മുൻപ് തന്റെ വീട്ടിലെ തോട്ടത്തിൽ നിന്നും ഒരു ഹൈബ്രിഡ് താമരയുടെ വിത്ത് പാടത്തെ തോട്ടിൽ നട്ടത്. തോട്ടിലെ ചെളിയും നല്ല സൂര്യപ്രകാശവും ലഭിച്ചപ്പോൾ താമരത്തണ്ട് തഴച്ചു വളർന്നു. റെഡ് പിയൂണി എന്ന ഇനം താമരയാണ് പാടത്തിന് നടുവിലെ തോട്ടിൽ നിറഞ്ഞു വളർന്നു നിൽക്കുന്നത്. ഏകദേശം ഒരു 250-300 രൂപ ട്യൂബറിന് സെയിൽ ചെയ്തിരുന്ന റെഡ് പിയോണി എന്ന് പറഞ്ഞ ഹൈബ്രിഡ് താമരയുടെ ട്യൂബർ നട്ടിട്ടുള്ളതാണ് ഇപ്പൊ ഈ കാണുന്ന താമരകൾ മൊത്തം. വേറെ ഒരു പരിചരണം ഉണ്ടായിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആവശ്യമായിട്ടുള്ള വളം, ചെളിയും കാര്യങ്ങളും, വെയിലും അത്രയും സംഭവങ്ങൾ കിട്ടുന്ന കാരണമാണ് ഇതിന് ഇത്രയും ഗ്രോത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇടയ്ക്കിടെ പൂക്കൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്രയും അധികം പൂക്കൾ ഒരുമിച്ച് വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച ആദ്യമായാണെന്ന് ജോമോൻ പറയുന്നു. പ്രദേശവാസികൾ സമീപത്തെ ക്ഷേത്രങ്ങളിലേക്ക് താമര പൂക്കൾ കൊണ്ടുപോയി സമർപ്പിക്കാറുണ്ടെന്നും അധികം ആളുകൾ ഇത്രയും താമര വിരിഞ്ഞ വിവരം അറിഞ്ഞിട്ടില്ലെന്നും ജോമോൻ പറഞ്ഞു. വിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റും ഈ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ള കാരണം ഒരു 2-3 ദിവസമൊക്കെ പൂവുണ്ടാവും എന്തായാലും. ഈ പൂക്കൾ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് മുട്ടുകളുണ്ട്. ഏകദേശം ഒരു 1000-ന് മേലെ മുട്ടുകളൊക്കെ എന്തായാലും ഇതില് നമ്മൾ വന്ന് നേരിട്ട് കണ്ടാലാണെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ വിരിയണേക്കാളും മുമ്പ് തന്നെ ഏകദേശം ഇത്രയ്ക്കൊക്കെ ആവുമ്പോഴേക്കും സംഭവം പൊട്ടിച്ചിട്ട് പോകും. ഇപ്പോഴാണ് ഇപ്പൊ വിരിഞ്ഞിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ആളൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു. 2 ആടുകൾക്ക് കടിയേറ്റു. ആളൂർ ആനത്തടം ചാതേലി മാത്തുവിന്റെ ആടുകളെയാണ് പുലർച്ചെ അജ്ഞാത ജീവി ആക്രമിച്ചത്. വീടിന് പുറകിലെ കൂട്ടിൽ കെട്ടിയിരുന്ന 5 ആടുകളെയാണ് ആക്രമിച്ചത്. അതിൽ 3 ആടുകൾ ചാവുകയും 2 ആടുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പുലർച്ചെ മാത്യു കറക്കാനെത്തിയപ്പോഴാണ് നായയുടെ രൂപത്തിലുള്ള ജീവി കൂട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടത്. 2 മാസത്തിനുള്ളിൽ മേഖലയിൽ 3 ഇടങ്ങളിലായി ഇത്തരത്തിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തിരുന്നു. ആടുകളെ ആക്രമിച്ചത് തെരുവുനായാണെന്നും സംശയിക്കുന്നുണ്ട്. ശതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുന്ന പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് ഒരുക്കമായി. പാചകപ്പുരയിലെ അടുപ്പുകൾ വെഞ്ചരിച്ചു. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അടുപ്പുകളുടെ വെഞ്ചരിപ്പ് നിർവഹിച്ച് അടുപ്പുകളിലേക്ക് തീ പകർന്നു നൽകി. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. 24, 25, 26 തീയതികളിലാണ് തിരുനാൾ. ശനിയും ഞായറുമായി നടക്കുന്ന നേർച്ചയൂട്ടിൽ 2 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേക്കാരന്മാരായ ജെയ്സൺ വടക്കൂട്ട്, KA ജോസൺ, ജോസഫ് ലിയോ, KJ ബാബു, കമ്മിറ്റി കൺവീനർ തറയിൽ ലാസർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,235 രൂപ, പവന് 1,13,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശക്തന്റെ തട്ടകം പൂരാവേശത്തിലേക്ക്. തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ പാറമക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിൽ കൊടിയേറി. ഘടകക്ഷേത്രങ്ങളായ ലാലൂർ, അയ്യന്തോൾ, കാർത്തിയാനി ക്ഷേത്രങ്ങളിലും കൊടിയേറി. കോടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ആൽജോയുടെ സംസ്കാരം നടന്നു. പാമ്പുകടിയേറ്റ ആൽജോയുടെ സഹോദരൻ അനോജിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. പാമ്പുകടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീടിന്റെ പരിസരത്ത് നിന്നും വീണ്ടും പാമ്പിനെ കണ്ടെത്തി. വടക്കാഞ്ചേരി നഗരസഭയിൽ വിജിലൻസ് പരിശോധന. മണ്ണെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഫയലുകൾ കസ്റ്റഡിയിലെടുത്തു. പെരിഞ്ഞനത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം. പെരിഞ്ഞനം പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സമരം നടത്തി. കുടിവെള്ളം മുടങ്ങാൻ കാരണം ദേശീയപാത നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയത് മൂലം. തിരുവല്ലോമലയിൽ വീട് കത്തി നശിച്ചു. തിരുവല്ലോമല അമ്മൻചട്ടി സ്വദേശി അനിൽ രാജിന്റെ വീടാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ഇത്തവണ പൂരച്ചൂട് കൂടും. തൃശൂരിലെ താപനില 38 മുതൽ 40 ഡിഗ്രി വരെ എത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്